ഹേ ഗൈസ്, തേഴ്സ്ഡേ ഹാപ്പൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2 ദിവസമായിട്ട് ബഹറിൽ നല്ല പൊടിക്കാറ്റാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. അപ്പോൾ ആ പിള്ളേർക്ക് പോകാനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് ഷോമോയുടെ സ്കൂളിൽ ടാലൻറ്റ് ഫെസ്റ്റാണ്. അപ്പോൾ ആളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ, ഗ്രൂപ്പ് ഡാൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയതാണ്. ഷോമോൾ കളർ ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ അന്നുക്കുട്ടൻ ഒന്ന് പിണങ്ങിയിട്ടുണ്ട്, ആൾക്കും കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജിമ്മിലൊക്കെ പോയി. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറി. എല്ലായിടമൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ടയേർഡായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ചെറിയൊരു പനി ഉണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തുടങ്ങിയോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്കൊന്നും സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാൻ നിന്നില്ല. ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കറികളൊന്നും ഇല്ലെങ്കിൽ ഞാനും എൻ്റെ അനിയനും കൂടി ചെയ്യുന്ന പ്രധാന പരിപാടി ഇതാണ് കേട്ടോ. ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി എണ്ണയും കൂടി ഇട്ട് ഞെവിടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കണ്ട. ഈ ഒരു കറി മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പഴയൊക്കെ നൊസ്റ്റുമൊക്കെ വന്നുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരം ഷോമോളെ അനുകുട്ടനെയൊക്കെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട് നേരെ നമ്മൾ ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നെസ്റ്റോയിൽ പോയൊരു വീഡിയോ ഇട്ടില്ലേ, അതിനകത്ത് 2 ചേട്ടന്മാർ വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റാണ് കേട്ടോ. ഒരു ബ്രദറിൻ്റെ കമൻറ്റ് തികച്ചും മോശമായിട്ടുള്ളൊരു കമൻറ്റായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരാൾ ഇട്ടേക്കുന്നത് ഞാനെന്തോ ലുലുവിൻ്റെ കുറ്റം പറഞ്ഞ കണക്കാണ്. ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിനെയും കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മളല്ലെങ്കിലും എല്ലായിടവും ഈ ഓഫർ ഉള്ളപ്പോൾ നമുക്ക് അങ്ങോട്ടല്ലേ പോകുന്നുള്ളൂ. കുറച്ചെങ്കിലും കാശ് നമുക്ക് കുറഞ്ഞ് കിട്ടിയാൽ അതല്ലേ നല്ലത്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോയിൽ അതൊന്നും ഷെയർ ചെയ്തൊന്നുമില്ല. അല്ല, ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിനെയും കുറ്റവും പറഞ്ഞിട്ടില്ല. നല്ലതാണെന്നോ മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും മിക്കപ്പോഴും ലുലു എന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളതൊക്കെ. എനിക്ക് എവിടെയാണോ നല്ലതായിട്ട് തോന്നുന്നത് അവിടെ പോയി ഞാൻ സാധനം വിളിക്കാം. അതിനകത്ത് ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇത്രയും നെഗറ്റീവ് കമൻറ്റൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ എപ്പോഴും പറയുന്ന കണക്കിന് എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ അത്രയുള്ള നാളെ കാണാൻ